ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീഹരേ നമ. ത്വാ നിന്നെ, കുതഹ എവിടെ നിന്ന്, ഇതം കശ്മലം ഈ അഴുക്ക്, വിഷമേ വിഷമാവസ്ഥയിൽ, സമുപസ്ഥിതം എങ്ങനെ വന്നു സംഭവിച്ചു, അനാര്യജുഷ്ടം ദുർജനങ്ങൾക്ക് മാത്രമുള്ളതായ, അസ്വർഗ്യം സ്വർഗപ്രാപ്തിക്കാകാത്തതായ, അകീർത്തികരം പേരുദോഷത്തെ ഉണ്ടാക്കുന്നത്. അർജുന അല്ലയോ അർജുന. വിവർത്തനം: അല്ലയോ അർജുന, ദുർജനങ്ങൾ മാത്രം അനുവർത്തിക്കുന്നതും പേരുദോഷത്തെ ഉണ്ടാക്കുന്നതും പരലോക സുഖത്തെ നശിപ്പിക്കുന്നതുമായ വിഷമാവസ്ഥയിലുള്ള താല്പര്യം നിനക്ക് എവിടെ നിന്നും ഉണ്ടായി? ഭാവാർത്ഥം: അർജുനന് വന്നിരിക്കുന്ന മോഹഭംഗം മനസ്സിൻ്റെ വിഷമാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ഞാന്, എൻ്റേത് എന്ന അഹങ്കാരവും മമതയുമാണ് മാനസികമായിട്ടുള്ള അപ്പോഴത്തെ നിലപാട്. എല്ലാം സത്യമാണെന്ന് തോന്നലാണ് മനസ്സിൻ്റെ സമാവസ്ഥ. ധർമ്മം നടത്താൻ അധികാരപ്പെട്ട ഒരു ഭരണാധികാരി തൻ്റെ കടമ നിറവേറ്റാതിരുന്നാലുള്ള അവസ്ഥ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ ധർമ്മം നടത്താനുള്ള അർജുനൻ അധർമ്മപക്ഷത്തുള്ള തൻ്റെ സ്വന്തം ബന്ധുക്കളെ ഓർത്ത് ദുഃഖിക്കുകയാണ്. ഇതിന് സ്വജനപക്ഷപാതമെന്നും മറ്റും കേൾക്കുന്ന ദോഷവശം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇഹലോക സുഖത്തിൽ മാത്രമല്ല പരലോകത്തിലും ധർമ്മമാർഗം വെടിഞ്ഞാൽ അവ എല്ലാ സുഖങ്ങളെയും ന്യായവാദങ്ങളെയും നശിപ്പിക്കും. മാത്രമല്ല പതനഹേതുവായ ദുഃഖമാർഗങ്ങളാണ് അർജുനൻ സ്വീകരിക്കുന്നത്. അർജുനനെ പോലെ ധീരനായ ഒരു പരിശുദ്ധ പുരുഷന് ഈ മാർഗം ഒരിക്കലും അസ്വീകാര്യമാണ്. ഈ മോഹം എങ്ങനെ പിടിപെട്ടു എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഈ മോഹഭംഗം ഉപേക്ഷിച്ചിട്ട് പൗരുഷത്തോടെ എഴുന്നേൽക്കാനാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. അർജുനനോട് ഭഗവാൻ ഓരോ ഉപദേശങ്ങളും നൽകി പ്രബുദ്ധനാക്കുകയാണ്. ആ ഭഗവാന്റെ കരുണാകടാക്ഷം എപ്പോഴും കൂടെയുള്ള പാണ്ഡവർ അതിഭാഗ്യശാലികളാണ്. ഈ ധർമ്മക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടത്തിൽ എങ്ങനെയാണ് അധർമ്മത്തെ നേരിടേണ്ടതെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്നു അർജുനന് ഭഗവാൻ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.